വണ്ടിപ്പെരിയാർ വാളാടി HML എസ്റ്റേറ്റ് 4-ാം നമ്പർ ഭാഗത്ത് മേയാൻ വിട്ടിരുന്ന വളർത്ത് ആടുകളെ പുലി പിടിച്ചു. എസ്റ്റേറ്റ് തൊഴിലാളിയായ സുബ്രഹ്മണ്യയുടെ 2 ആടുകളെയാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ വാളാടി മേഖലയിൽ വളർത്തുമൃഗങ്ങളെ വന്യമൃഗം ആക്രമിക്കുന്നത് തുടർന്നിരിക്കുകയാണ്. വാളാടി എസ്റ്റേറ്റ് തൊഴിലാളിയായ സുബ്രഹ്മണ്യയുടെ 2 ആടുകളെ ഇന്നലെ മേയാൻ വിട്ടതിനു ശേഷം വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ഇന്ന് നടത്തിയ തിരച്ചിലിൽ ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആടിന്റെ കാലും മറ്റ് അവശിഷ്ടങ്ങളും മാത്രമാണ് വാളാടി എസ്റ്റേറ്റ് 4-ാം നമ്പർ ഭാഗത്തു നിന്നും കണ്ടെടുത്തത്. തുടർന്ന് വനപാലകരെ വിവരമറിയിച്ചത് അനുസരിച്ച് ഇവർ സ്ഥലത്തെത്തുകയും കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടുന്നതിന് മുന്നോടിയായി പുലിയാണോ മറ്റു മൃഗമാണോ എന്ന് തിരിച്ചറിയുന്നതിന് സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. വനംവകുപ്പിന്റെ RRT ടീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമറ സ്ഥാപിച്ചത്. പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുമുണ്ട്. ഇതേസമയം ജനവാസ മേഖലയുടെ അടുത്ത് തന്നെ വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നതായും എത്രയും വേഗം വനം വകുപ്പ് പുലിയെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം K. മാരിയപ്പൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നലെ രാത്രി നമ്മുടെ വാളാടി എസ്റ്റേറ്റിലെ ഡ്രൈവറായ ശ്രീ സുബ്രഹ്മണി ഉപജീവിത മാർഗത്തിന് വേണ്ടി വളർത്തുന്ന ആടിനെ പുലി ആക്രമിച്ച് 2 ആടിനാണ് പുലി കൊണ്ടു നിന്നിരിക്കുന്നത്. ഇതിനു മുമ്പും ഈ വനമേഖലകളിൽ പുലിയെ കണ്ടിട്ടുള്ളതും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമറ സ്ഥാപിച്ച് പുലിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുലിയെ പിടിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തതിനു വേണ്ടി ഇവിടെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിൻ്റെ അധികൃതർ വന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽപ്പാടും കൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്യാമറയിൽ വീഴുന്ന ചിത്രങ്ങളനുസരിച്ച് ഇവിടെ ഗണി വയ്ക്കുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ പരിശോധിക്കുകയും ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാകും അടുത്ത നടപടി ഉണ്ടാകുക. എന്തായാലും സ്ഥലത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ നാട്ടുകാരും എസ്റ്റേറ്റ് തൊഴിലാളികളും ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.